കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മുടെ കാഷ്വാലിറ്റി വന്നൊരു പേഷ്യൻ്റ് തള്ളവിരൽ മുറിഞ്ഞാണ് വന്നത്, ഞരമ്പ് പോയി. പക്ഷെ അവർ എന്നോട് ചോദിച്ചത് എന്ത് പ്ലാസ്റ്റിക് സർജറിയാണ് പേഷ്യൻറ്റിന് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടുള്ളത് ഒരു 30% കേസുകളും കോസ്മെറ്റിക് സർജറീസാണ്. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റ്, റൈനോപ്ലാസ്റ്റി, മൂക്കിൻ്റെ സർജറി, ഗൈനക്കോമാസ്റ്റി, അബ്ഡോണോപ്ലാസ്റ്റി എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത് കൂടാതെ ജന്മനാ ഉള്ള ചില വൈകല്യങ്ങൾ, കൈയുടെ അല്ലെങ്കിൽ മൂക്കിൻ്റെ, ചുണ്ടിൻ്റെ, മുറിച്ചുണ്ടെന്നൊക്കെ പറയില്ലേ, നമസ്കാരം. സെൻറ് മേരീസ് ഹോസ്പിറ്റൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 ലോക പ്ലാസ്റ്റിക് സർജറി ദിനമാണ്. സൗന്ദര്യവർദ്ധക ചികിത്സാ രീതിയായി പലപ്പോഴും പരിഗണിക്കപ്പെടുന്ന, എന്നാൽ നമ്മുടെ ജീവനെയും ജീവിതത്തെയും രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു ചികിത്സാ ശാഖയാണ് പ്ലാസ്റ്റിക് സർജറി. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റൽ പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറി സീനിയർ സർജൻ ഡോക്ടർ രഞ്ജി ഐസക് ജെയിംസ് സാറാണ്. സാർ, സ്വാഗതം. സ്വാഗതം. സർ, പ്ലാസ്റ്റിക് സർജറി എന്നത് പലപ്പോഴും എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി? ഒന്ന് വിശദീകരിക്കാമോ? എല്ലാവർക്കും പരിചയമുള്ള വാക്ക് തന്നെയാണ് പ്ലാസ്റ്റിക് സർജറി. പക്ഷേ ബാക്കി സ്പെഷ്യാലിറ്റി പോലെ ഇപ്പം ന്യൂറോ സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തല സംബന്ധമായുള്ളതാണ്. ഇപ്പം കാർഡിയോതൊറാസിക്, അപ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗമാണെന്നുള്ളൊരു സംശയം ജനത്തിന് വരുന്നത് സ്വാഭാവികം. അതിൻ്റെ വാക്കിൽ തന്നെ ഉണ്ട് ഈ സ്പെഷ്യാലിറ്റിയുടെ അർത്ഥം. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫോം അല്ലെ ഷേപ്പ് എന്നാണ്. അപ്പോൾ ഷേപ്പ് മാറ്റുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കോസ്മെറ്റിക് സർജറി അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഷേപ്പ് മാറ്റുന്ന സർജറി, അതാണ് പ്ലാസ്റ്റിക് സർജറി. പക്ഷേ നമ്മളത് ചുരുക്കി പറഞ്ഞാൽ തല മുതൽ കാല് വരെയുള്ള എല്ലാ പാർട്ടും സർജറി ചെയ്യുന്നവരാണ് പ്ലാസ്റ്റിക് സർജൻസ്. പക്ഷേ വേറൊരു ലെവലിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് മുതൽ കാലിലെ നഖത്തിൻ്റെ സർജറി വരെ പ്ലാസ്റ്റിക് സർജൻ ചെയ്യും. അപ്പോൾ അതൊരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മുടെ കാഷ്വാലിറ്റി വന്നൊരു പേഷ്യൻ്റ് തള്ളവിരൽ മുറിഞ്ഞാണ് വന്നത്, ഞരമ്പ് പോയി. പക്ഷെ അവർ എന്നോട് ചോദിച്ചത് എന്ത് പ്ലാസ്റ്റിക് സർജറിയാണ് പേഷ്യൻറ്റിന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ ഇതിനകത്ത് ബ്രോഡായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബ്രോഡായിട്ട് വരുന്നൊരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു 30% കേസുകളും കോസ്മെറ്റിക് സർജറീസാണ്. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റ്, റൈനോപ്ലാസ്റ്റി, മൂക്കിൻ്റെ സർജറി, ഗൈനക്കോമാസ്റ്റി, അബ്ഡോണോപ്ലാസ്റ്റി എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത് കൂടാതെ ഒരു 40-50% ട്രോമ സർജറീസാണ്. അതായത് ഹാൻഡ് സർജറി, നമ്മുടെ കൈക്ക് പറ്റുന്ന പരിക്കുകൾ. ഇപ്പോഴാണെങ്കിൽ കട്ടർ മെഷീൻസ്, വണ്ടി ആക്സിഡൻറ്റ്സ്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പറ്റുന്ന ഈ ആക്സിഡൻറ്റ്സ് കൊണ്ട് പറ്റുന്ന മുറിവുകളൊക്കെ പ്ലാസ്റ്റിക് സർജൻസാണ് സാധാരണ നോക്കുക. കാരണം അതിൽ ഞരമ്പുകൾ മുറിഞ്ഞിട്ടുണ്ടാവും, രക്തക്കൊഴലുകൾ മുറിഞ്ഞിട്ടുണ്ടാവും, ഒരു പീസ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ക്യാൻസർ സർജറി ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഡിഫക്ട്സ്, ഇപ്പോൾ താടിയെല്ല് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറയും, തിരിച്ചുണ്ടാക്കി വയ്ക്കുന്നത് പ്ലാസ്റ്റിക് സർജറി ജോബാണ്. നാലാമത് നമ്മുടെ ജന്മനാ ഉള്ള ചില വൈകല്യങ്ങൾ, കൈയുടെ അല്ലെങ്കിൽ മൂക്കിൻ്റെ, ചുണ്ടിൻ്റെ, മുറിച്ചുണ്ടെന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ സർജറീസും അതിൻ്റെ റിഫൈനായിട്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിയിലാണ്. സോ പ്ലാസ്റ്റിക് സർജറി ഒരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയാണ്. തൊലിയെടുത്ത് വയ്ക്കുന്നതോ അല്ലെങ്കിൽ രൂപം മാറ്റുന്നതോ മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി. സർ, സാധാരണയായിട്ട് നമ്മൾ വലിയ സിറ്റികളിലൊക്കെയാണ് പ്ലാസ്റ്റിക് സർജൻസിനെ പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടും ആകാം, നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാർ എന്തുകൊണ്ടാണ് ഒരു ഹൈ റേഞ്ച് ജില്ലയായ ഈ ഇടുക്കി തന്നെ തിരഞ്ഞെടുത്തത്? അതിൽ പേഴ്സണലി എനിക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, കാഞ്ഞാറെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2012 കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനടുത്ത് പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നി. അതാണ് ആദ്യത്തെ കാര്യം. ഓഫർ ഡെഫിനറ്റ്ലി വന്നത് എറണാകുളത്തു നിന്നാണ്. കാരണം സിറ്റീസിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ഞാനായിട്ട് പിന്നെ പഴയ ചാഴിയാട് ഹോസ്പിറ്റലിൽ ചോദിച്ച് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ അന്ന് ഇടുക്കി ജില്ലയിൽ വേറൊരു സ്ഥലത്തും പ്ലാസ്റ്റിക് സർജറി ഇല്ല. ഒരു പ്ലാസ്റ്റിക് സർജറി എന്ന് മാത്രമല്ല, പലപ്പോഴും പ്ലാസ്റ്റിക് സർജൻ ഒരു വാസ്കുലർ സർജനായിട്ടും മാറാറുണ്ട് എമർജൻസി സിറ്റുവേഷനിൽ. അപ്പോൾ നമുക്ക് ഈ കട്ടർ മെഷീൻ കൊണ്ടോ അല്ലാതെയോ നമ്മുടെ പ്രധാന രക്തക്കുഴൽ മുറിഞ്ഞു പോയാൽ
സത്യത്തിൽ അത് 4 മണിക്കൂറിനകത്ത് തുന്നി പിടിപ്പിക്കണം. അതായത് സർക്കുലേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത് ഇടുക്കിയിലെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരാൾക്ക് കോട്ടയത്ത് പോയി എറണാകുളത്ത് വരും ഈ സമയം കഴിഞ്ഞു പോകും. പലപ്പോഴും പിന്നെ ആ അവയവം നമുക്ക് തിരിച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല, നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ 2012 മുതൽ നോക്കുകയാണെങ്കിൽ ഒരു 5-6 പേഷ്യൻസിനെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. സാർ, ഇന്ന് പ്ലാസ്റ്റിക് സർജറി ദിനം കൂടിയാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്, സാറ് എത്ര സർജറീസ് നടത്തിയിട്ടുണ്ടാവും? അതിൽ സാറിന് ഇങ്ങനെ പേഴ്സണലി ഒരു വലിയ ചലഞ്ചായിട്ട് തോന്നിയ ഒരു സർജറി ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കാമോ? ഓക്കെ ഷുവർ. 2012 മുതൽ നോക്കുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് എങ്ങനെയായാലും ഒരു 5000, കൃത്യം കണക്കല്ല കേട്ടോ, 5000-6000 സർജറീസ് എങ്കിലും ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പ്ലാസ്റ്റിക് സർജറി ഇടുക്കി ജില്ലയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ റെഫറൻസുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്രയും ചെയ്തത്. ഈ ഓർത്തിരിക്കുന്ന സർജറി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും അത്യാവശ്യം എല്ലാം ഓർത്തിരിക്കും. പക്ഷേ എന്നാൽ ചിലത് ഇമോഷണലി ഒരു ആസ്പെക്റ്റുള്ള കേസുകൾ ഒരു സർജൻ ഓർത്തിരിക്കും. പിന്നീട് നമുക്ക് ടെക്നിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ളതും ഓർത്തിരിക്കും. അപ്പം ജനത്തിന് പ്ലാസ്റ്റിക് സർജറി ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു 2 കേസ് ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ പറയാം. ആദ്യത്തെ കേസ് ഒരു ഇമോഷണൽ കാര്യമാണ്. അതായത് 2 ചെറുപ്പക്കാർ ഇവിടെ തൊഴിൽ ഒരു 5 കിലോമീറ്റർ അപ്പുറയാണ്. അവരുടെ ചെറുപ്പകാലത്ത് എന്ത് ചെയ്തു, അവർ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാണ്, മദ്യപിച്ചു. അപ്പോൾ ഒരു അടിയുണ്ടായി. അപ്പോൾ ഒരാളുടെ ചെവി മറ്റേ കടിച്ചെടുത്തു. അപ്പോൾ ചെവിയുടെ ഒരു 40% ഭാഗം പോയി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വരികയാണ് ഈ 2 കൂട്ടുകാരും. എൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി. ആ പൈസ ഉണ്ടാക്കിയപ്പം താൻ പണ്ട് ചെയ്ത ആ തെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ചെവി തിരിച്ച് പഴയ ഷേപ്പിലാക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്. ഈ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ഓക്കെ, പക്ഷേ അവർ നിർബന്ധിച്ചപ്പം സർജറി ഞാനത് ചെയ്തു കൊടുത്തു. ഓക്കെ, അവർ എറണാകുളം എല്ലായിടം പോയി അന്വേഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഫൈനലി ചെയ്തു. അത് നല്ല റിസൾട്ടായിട്ട് പോയി. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എസ്പെഷ്യലി പേഷ്യൻ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്തു തന്നു. അത് മാത്രമല്ല ചെവിയുടെ ഷേപ്പ് വലിയ കുഴപ്പമില്ലാതെ പഴയ പോലെ ആയതുകൊണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം പിന്നീട് ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇത് തൊടുപുഴയിലാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. ഇത് ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ വരികയാണ്. ആദ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ഫീഡ്ബാക്ക്സ് കിട്ടും. ബട്ട് എനിവേ നല്ലൊരു റിസൾട്ടായിരുന്നു. രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് ടെക്നിക്കലി ചലഞ്ചിങ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറിൻ പേഷ്യൻ്റായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് തൊടുപുഴ എത്തിയെന്ന് എനിക്ക് അറിയില്ല, ഏതെങ്കിലും ട്രാവൽ ഏജൻസി വഴിയായിരിക്കും. ഈ പേഷ്യൻറ്റിന് ഒരു മാലിഗ്നൻസി, ക്യാൻസറായിരുന്നു നെഞ്ചിൽ, എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെർണോ എന്ന് പറയും, കഴുത്തിൻ്റെ താഴെ. ഇതൊരിക്കൽ വന്നിട്ട്, പുള്ളി യമനിയാണ്, ഒരിക്കൽ വന്നിട്ട് ജോർഡാനിലൊന്ന് സർജറി ചെയ്തതാണ്. അപ്പോൾ രണ്ടാമതും വന്നു കഴിഞ്ഞപ്പം ഇത് സർജറിക്ക് വേണ്ടി അവിടെ തന്നെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതിന് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നെഞ്ചിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കളയണം, അത് കളഞ്ഞിട്ടത് രണ്ടാമതുണ്ടാക്കണം, അത് ഹൈ റിസ്ക് ആണ്, സർജറി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് സൗദിക്ക് പോയി. ഇദ്ദേഹം യമനിൽ നിന്ന് ഈ യുദ്ധങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൊണ്ട് സൗദി വന്നൊരു ചെറിയ കച്ചവടം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് വരികയും അല്ലെങ്കിൽ തൊടുപുഴയിലെത്താനുള്ളൊരു കാരണം ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. എനിവേ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ചാഴിയായിട്ടാണ്. അവിടെ വന്നു, നമ്മൾ കണ്ടു, സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇത് ഹൈ റിസ്ക് ആണ്, കാരണം നെഞ്ചിൻ്റെ ഒരു നടുക്കുള്ള ഒരു 50%, 2 സൈഡിലെ റിബ്സും നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അത് രണ്ടാമത് ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ കാരണം അത് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഇതൊരു നെഗറ്റീവ് പ്രഷറിലാണ് നമുക്ക് ഈ ലങ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രെയിം വർക്ക്, ഈ നെഞ്ചും കൂടെന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് ഉണ്ടാക്കി വെക്കണം. സോ ഇറ്റ്സ് എ വെരി ചലഞ്ചിങ് കേസ്. ആൻഡ് പേഷ്യൻ്റ് മോർട്ടാലിറ്റി നല്ലപോലെ ഉള്ളതാണ്, ഡെത്ത് വരാനുള്ള ചാൻസ് ഉള്ള കേസാണ്. പിന്നെ അതൊരു പ്ലാസ്റ്റിക് സർജൻ്റെ മാത്രം വർക്കല്ല, ഇതൊരു ജനറൽ സർജനുണ്ട്, കാർഡിയോതൊറാസിക് സർജനുണ്ട്, ഓർത്തോപീഡീഷ്യൻ ഉണ്ടായിരുന്നു, പിന്നെ ഡെഫിനറ്റ്ലി ഒരു വെരി ഗുഡ് അനസ്തേഷ്യ ടീം വേണം. അവരാണ് ഇതിനകത്തെ ബാക്ക് ബോൺ. കാരണം ഞാൻ ഒരു അല്ലെങ്കിൽ സർജൻ എടുത്തു, അല്ലെങ്കിൽ ഞാനൊരു സാധനം എടുത്ത് വെച്ചു, പേഷ്യൻറ്റിനെ അനസ്തേഷ്യയിൽ നിന്ന് സേഫായിട്ട് കൊണ്ടുവരണം. മിനിമം ഒരു 5 ദിവസമൊക്കെ വെൻറ്റിലേറ്ററിൽ കിടത്തുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു. ഏകദേശം 16 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ ഇത് തിരിച്ച് ഇത്രയും വലിയ ഡിഫക്റ്റ് വന്നപ്പോൾ നമ്മൾ കാലേന്ന് എല്ലെടുത്ത് വെക്കേണ്ടി വന്നു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഒരു മെഷ് വെച്ചു, അതിൻ്റെ മുകളിലേക്ക് 2 മസിൽസ് കൊണ്ടുപോയി വെച്ചു, അതിൻ്റെ മുകളിൽ തൊലി വെച്ചു. 5 ദിവസം വെന്റിലേറ്ററിൽ കിടത്തി. 5-ാം ദിവസം എസ്റ്റിബേറ്റ് ചെയ്തു. അത്ഭുതം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അനസ്തേഷ്യ കെയറിൻ്റെ ഗുണം കൊണ്ട് അദ്ദേഹത്തിന് ന്യൂമോണിയ വരുമോ, ഒരു ചുമയുണ്ടാവുമോ, ഒന്നും ഉണ്ടായില്ല. സ്മൂത്ത് എസ്റ്റിബേഷൻ. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പം പേഷ്യൻ്റ് തിരിച്ച് വീട്ടിൽ
പോവുകയും ചെയ്തു. റിക്കവറായി. ടെക്നിക്കലി അത് ഏറ്റവും ഒരു ചലഞ്ചിങ് കേസാണ്. പിന്നെ അങ്ങനെ ഒരു കേസ് ചെയ്യാൻ കാര്യം, കോട്ടയത്ത് ഞാൻ പഠിച്ചപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് HOD അനുരാജ് സാറും ലക്ഷ്മി മാഡവും. ലക്ഷ്മി മാഡം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഫേമസ് ആയിട്ടുള്ള കാർഡിയോതൊറാസിക് സർജൻ ജയകുമാർ സാറിൻ്റെ വൈഫാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സും കമ്പൈൻഡ് ആയിട്ട് ഈ സർജറീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ചെയ്തതാണ്. പിന്നെ അഹങ്കാരം അല്ലെങ്കിലും എനിക്ക് ബെസ്റ്റ് പേപ്പർ അവാർഡും കിട്ടിയത് ഇതേ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് ഒരു ധൈര്യത്തിൽ നമ്മളത് ചെയ്തത്. സാർ പറഞ്ഞല്ലോ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വ്യക്തി കേരളത്തിൽ വന്നത്. അപ്പോൾ ആളുകൾക്കുള്ളൊരു വലിയ സംശയമാണ്, എന്തുമാത്രം ചിലവ് വരും ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായിട്ട്? എന്തുമാത്രം ചിലവ് വരും? വലിയ ചിലവ് വരുന്ന ഒരു ചികിത്സാ രീതിയാണോ? അതിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഓക്കെ, അത് പ്ലാസ്റ്റിക് സർജറി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഷുറൻസ് ആണ്. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇൻഷുറൻസ് റിജക്റ്റഡ് ആവും. അത് നമ്മൾ കോസ്മെറ്റിക് സർജറി, ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്ത പോലെ കോസ്മെറ്റിക് സർജറിക്കകത്ത് വരുന്നതാണെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, പക്ഷേ ട്രോമ, ആക്സിഡൻറ്റ്, ക്യാൻസർ അങ്ങനെയുള്ളത് കൺജൻറ്റലും പലതിനും കിട്ടത്തില്ല. ഹിമാൻജിയോമ എന്ന് പറയുന്നൊരു കാറ്റഗറി അല്ലാതെ ബാക്കി ഇതിനും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ട്രോമ സർജറി, ക്യാൻസർ സർജറീസ് ഇതിനെല്ലാം നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത് എക്സ്പെൻസ്, ഡെഫിനറ്റ്ലി ഒരു സാധാരണ സർജറി ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസ് കൂടുതലായിരിക്കും. കാരണം കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസ്കോപ്പ് ഉണ്ട്, തിയേറ്റർ ഫെസിലിറ്റി ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ ഇതിനുപയോഗിക്കുന്ന നൂലുകൾ പോലും സൈസ് വളരെ ചെറുതാണ്. ഈ സൈസ് കുറയുന്നതനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പെൻസ് ഡെഫിനറ്റ്ലി ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ കേരളത്തിൽ പൊതുവെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ ഞാൻ വർക്ക് ചെയ്ത മാനേജ്മെൻറ്റെല്ലാം വലിയൊരു ബില്ല് ചാർജ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സാർ, ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ നിറം മാറ്റുവാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അത് സെലിബ്രിറ്റീസിൻ്റെ ഇടയ്ക്കാണെങ്കിലും അല്ലാതെ തന്നെയും ഇപ്പോൾ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ പൂർണ്ണമായിട്ടും നിറം മാറുമോ? എങ്ങനെയാണ് അത് ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും നമുക്ക് യൂറോപ്യൻ കളറിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ കളർ ഒന്ന് ഫെയ്ഡ് ആക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം കുറച്ചുകൂടെ ഫെയറർ ആക്കാൻ പറ്റും. അത് പല രീതിയിൽ പറ്റും. അത് ഏറ്റവും പ്രധാനം നമ്മൾ പീല് പോലത്തെ ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അത് കോസ്റ്റ്ലി ആണ്. ചിലത് നല്ല എമൗണ്ട് വരും. പക്ഷേ അത് ചെയ്താലൊരു 1 ഗ്രേഡ് അല്ലെങ്കിൽ 2 ഗ്രേഡ് നമ്മുടെ കളർ കുറച്ച് ഫെയ്ഡായി കിട്ടും. ഓക്കെ, പിന്നെ ഇൻസ്റ്റയിലെല്ലാം കാണുന്ന പോലെ ഞാൻ മരുന്നൊന്നും പറയുന്നില്ല, ചില സാധനം മരുന്ന് കഴിച്ചാൽ ഉപയോഗിച്ചാലൊക്കെ നല്ല വ്യത്യാസം വരും എന്ന് പറഞ്ഞത് അത് അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. എവിഡൻസ് ഉള്ളത് ഡെഫിനറ്റ്ലി ചില ടൈപ്പ് പീൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ഗ്രേഡ് വ്യത്യാസം വരും, നമ്മൾ ഫെയറർ ആകാം. പിന്നെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വെയിലത്ത് ഇറങ്ങുമ്പം സൺസ്ക്രീൻ ഉപയോഗിക്കുക. വെയിലാണ് ആക്ച്വലി നമുക്ക് ഈ ടാൻ തരുന്നത്, സൺ. അപ്പോൾ അത് രാവിലെ മുതൽ 4 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഒരു 50 SPF സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫെയറർ ആയിട്ടിരിക്കും. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരാളുടെ മുഖം പൂർണ്ണമായും മറ്റൊരാളുടേതാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? അത് സിനിമയിലേ സാധിക്കുള്ളൂ. പക്ഷേ ഫേസ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു ഡെഡായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫേസ് എടുത്ത് ഫേസിൻ്റെ സ്കിന്നും ഫാറ്റും ഒക്കെ എടുത്തിട്ട് നമുക്ക് വേറെ ആൾ, പൊള്ളിപ്പോയ ഒരാളുടെ അല്ലെങ്കിൽ വിരൂപമായ ഒരാളുടെ ഫേസിലേക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് നമുക്ക് ആ തൊലിയും ഫാറ്റെല്ലാം നമ്മുടെ റീപ്ലാന്റ് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്യാം. പക്ഷേ അതിൽ നമ്മൾ എടുത്ത ആളുടെ ഷേപ്പിലേക്കോ അല്ലെങ്കിൽ ഇയാളുടെ പൂർണ്ണമായും പഴയ ഷേപ്പിലേക്കോ ആ ഒരു സർജറി കൊണ്ട് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബോണിന് ചേഞ്ചസ് ഒന്നും വരാത്തത് കൊണ്ട് നമ്മുടെ ബേസിക് ഫ്രെയിം വർക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എന്തായാലും ലുക്കിന് കുറച്ച് ചേഞ്ചസ് വരും. സർ, ആൻറ്റി ഏജിങ്, അതായത് ഈ പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ എന്തുമാത്രം ലഭ്യമാണ്? അത് ബേസിക്കലി ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ മെഡിക്കൽ ആയിട്ടും സർജിക്കലായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ എയർലി സ്റ്റേജസ് നമ്മൾ പ്രായമാകുന്നതിൻ്റെ യൂഷ്വലി 35-40 ആകുമ്പോൾ ഇന്ത്യൻസിന്, യൂറോപ്യൻസ് കുറച്ചുകൂടെ നേരത്തെ പ്രായമാകും. അവരിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് പോകാം. പലപ്പോഴും അത് പീലായിട്ടും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ത്രെഡ് ലിഫ്റ്റ് എന്നൊക്കെ പറയും. അത് ഒരു സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാൽ കുറച്ചുകൂടെ പ്രായമായ ലക്ഷണമുണ്ട്, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ലിഫ്റ്റ് പോലെ
സർജറീസിലേക്ക് തന്നെ പോകേണ്ടി വരും. അത് നമുക്ക് പിന്നെ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഒരിക്കൽ ചെയ്താൽ നിത്യമായിട്ടുള്ളതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലതിന് ചിലപ്പോൾ 2 years കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. ചിലതൊക്കെ 5 years വരെയൊക്കെ കിട്ടും. ഓക്കെ സാർ, ഈ പ്ലാസ്റ്റിക് സർജറി ദിനത്തിൽ സാറിന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിള്ളേരെ കുറിച്ചുള്ളത് മാത്രമാണ് കൊടുക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് 5 വയസ്സിൽ താഴെ പ്രായമുള്ള പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ കാഷ്വാലിറ്റിയിൽ കൂടുതലും വരുന്ന വിരൽ മുറിഞ്ഞിട്ട് അല്ലെങ്കിൽ പൊള്ളലുണ്ടായിട്ടാണ് പലപ്പോഴും വരുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു അസുഖം വരാതിരിക്കാൻ നോക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അതിന് പ്രിവെൻറ്റ് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയുന്നതാണ്. ഒന്ന്, നിങ്ങളുടെ വീട്ടിൽ ടേബിൾ ക്ലോത്ത് എന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ ചൂടുള്ള ചായയോ കാപ്പിയോ അതേ വെച്ചിട്ട് പോകും. ഇതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കാരണം പിള്ളേർ ടേബിൾ ക്ലോത്തെ വലിക്കും. അവർക്ക് ഹൈറ്റ് ഇല്ല, അവരങ്ങനെയാണ് അത് എടുക്കുന്നത്. അപ്പോഴാണ് പലപ്പോഴും പൊള്ളലുണ്ടാകുന്നത്. നെഞ്ച് ഭാഗത്തായിരിക്കും പൊള്ളലുണ്ടാവുക. രണ്ടാമത്, ഇവർ കളിക്കുമ്പോൾ സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ ഓടിക്കളിക്കും, അല്ലെങ്കിൽ കാറ്റ് വന്നിട്ട് ഡോർ അടയും. ഇവർക്ക് ഒരിക്കലും നമ്മൾ പിടിക്കുന്ന പോലെ ഹാൻഡിലെ പിടിക്കാൻ പറ്റില്ല. അവർ ആ ഡോറിൽ വട്ടമേ പിടിക്കുകയുള്ളൂ. ഡോർ അടഞ്ഞാണ് വിരലെ ചതഞ്ഞ് ഇഞ്ചുറി വരുന്നത്. അപ്പോൾ ഈ 2 കാര്യവും നിങ്ങൾക്ക് വീട്ടിൽ ഡോറിൻ്റെ മുകളിൽ ഒരു തുണിയിടുക, ടേബിൾ ക്ലോത്ത് എടുത്ത് മാറ്റുക. ഞാൻ സാധാരണ പറയുന്നത് ടേബിൾ ക്ലോത്ത് എടുത്ത് ഡോറിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കുക. അങ്ങനെ ഇടുമ്പോൾ ഈ 2 പരിക്കും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തിൽ പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റൽ സീനിയർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജി ഐസക് ജെയിംസ് സാറാണ്. ഇത് ഒരു ആഡംബര ചികിത്സാരീതി മാത്രമല്ല, പലപ്പോഴും ഒരു അവശ്യ സേവനം കൂടിയാണെന്ന ബോധ്യം സാർ നമുക്ക് നൽകി. സാറിന് നന്ദി. താങ്ക് യു വെരി മച്ച്.